കാലം 12-ാം നൂറ്റാണ്ട്, ഏകദേശം 1150 AD. ഇംഗ്ലണ്ടിലെ വൂൾപിറ്റ് എന്ന ഗ്രാമത്തിൽ കൊയ്ത്തുകാലം നടക്കുകയായിരുന്നു. ചെന്നായകളെ പിടിക്കാൻ കുഴിച്ച വലിയ കുഴികൾക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു അത്. ഒരു ദിവസം ഗ്രാമവാസികൾ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഴികളുടെ ഭാഗത്തുനിന്ന് വിചിത്രമായൊരു ശബ്ദം കേട്ടു. അത് ചെന്നായയുടെ ഓരിയിടലായിരുന്നില്ല, മറിച്ച് കുട്ടികളുടെ കരച്ചിലായിരുന്നു. അവർ സൂക്ഷിച്ച് ആ കുഴികളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ആ കുഴിയുടെ അടിയിൽ 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവർ പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗ്രാമവാസികളെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ആ കുട്ടികളുടെ ശരീരത്തിന് ഇലകളുടെ പച്ച നിറമായിരുന്നു. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വിചിത്രമായതും അവർ സംസാരിച്ചിരുന്ന ഭാഷ ആർക്കും മനസ്സിലാകാത്തതുമായിരുന്നു. ഗ്രാമവാസികൾ ആ കുട്ടികളെ സർ റിച്ചാർഡ് ഡി കാലൻ എന്ന പ്രഭുവിന്റെ വീട്ടിലെത്തിച്ചു. അവർക്ക് പലതരം ഭക്ഷണം നൽകിയെങ്കിലും കുട്ടികളൊന്നും കഴിക്കാൻ കൂട്ടായില്ല. വിശന്നവശരായ അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന പച്ച അമരപ്പയർ കണ്ടെത്തും അവരത് ആർത്തിയോടെ കഴിച്ചു. ദിവസങ്ങളോളം അവർ ആ പച്ചപ്പയർ മാത്രമാണ് കഴിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ ആരോഗ്യവാനല്ലാതിരുന്ന ആ ആൺകുട്ടി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ മരണമടഞ്ഞു. എന്നാൽ ആ പെൺകുട്ടി അതിജീവിച്ചു. കാലക്രമേണ അവൾ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശീലിച്ചു. അതോടെ അവളുടെ ശരീരത്തിലെ പച്ച നിറം മാറി അവൾ സാധാരണ മനുഷ്യരെ പോലെയായി. പതിയെ അവൾ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുത്തു. സംസാരിക്കാൻ പഠിച്ചപ്പോൾ സർ റിച്ചാർഡ് അവളോട് ചോദിച്ചു, "നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്?" അവൾ നൽകിയ മറുപടി എല്ലാവരെയും അമ്പരപ്പിച്ചു. "ഞങ്ങൾ വരുന്നത് സെന്റ് മാർട്ടിൻസ് ലാൻഡ് എന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ സൂര്യൻ ഉദിക്കാറില്ല. എപ്പോഴും സന്ധ്യാസമയത്തെ മങ്ങിയ വെളിച്ചം മാത്രമേ അവിടെയുള്ളൂ. അവിടുത്തെ മണ്ണും മനുഷ്യരുമെല്ലാം പച്ച നിറത്തിലാണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്ന ചോദ്യത്തിന് അവൾ ഇങ്ങനെ മറുപടിയായിരുന്നു, "ഞങ്ങൾ അച്ഛൻ്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് മനോഹരമായൊരു മണി മുഴങ്ങുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ഞങ്ങൾ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ പെട്ടെന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിലേക്ക് ഞങ്ങൾ വീണു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചെന്നായക്കുഴിയിലെത്തിയത്." ആ പെൺകുട്ടി പിന്നീട് ആ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചു. എന്നാൽ അവൾ പറഞ്ഞ ആ സെന്റ് മാർട്ടിൻസ് ലാൻഡ് അല്ലെങ്കിൽ അവിടേക്കുള്ള ഗുഹ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇന്നുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ചരിത്രവും കെട്ടുകഥയും ഇടകലർന്ന ഒരു നിഗൂഢതയായി ഇന്നും ഈ കഥ നിലനിൽക്കുന്നു.